ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നൗഫൽ എക്സ് മുസ്ലിം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലായി നടന്ന രണ്ട് സംഭവങ്ങളെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമുക്കറിയാം സൂംബ ഡാൻസ്. കേരളത്തിൽ സൂംബ ഡാൻസുമായി നടന്ന ഒരു വിവാദം. മറ്റൊന്ന്, തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ പാദപൂജ എന്ന് പറയുന്നില്ലേ, പാദം കഴുകിപ്പിച്ച മറ്റൊരു ഇൻസിഡൻറ്റ്. ഇതിനെ രണ്ടിനെയും പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതിലാദ്യം നടന്ന സംഭവം എന്ന് വെച്ചാൽ നമുക്കറിയാം സൂംബ ഡാൻസ്. സൂംബ ഡാൻസ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിന്നപ്പോൾ പ്രശ്നവുമായി മുന്നിട്ട് വന്നത് തന്നെ മുസ്ലിം സംഘടനകളാണ്. നമുക്കറിയാം, മുസ്ലിം സംഘടനകൾ മാത്രമേ വരുള്ളൂ, വേറെ ആർക്കും അതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു എക്സ് മുസ്ലിം ആയതുകൊണ്ട് എനിക്കറിയാം, സൂംബ ഡാൻസ് സ്കൂളിലേക്ക് കൊണ്ടുവന്നാൽ അത് പ്രശ്നമാകുന്നത്, അല്ലെങ്കിൽ അത് പ്രതിഷേധവുമായി വരുന്നത്, നെഗറ്റീവുമായിട്ട് വരുന്നത് മുസ്ലിം സംഘടനകൾ തന്നെയായിരിക്കും. മുമ്പ് യൂണിഫോമിൻ്റെ കാര്യത്തിൽ നമ്മളത് കണ്ടിട്ടില്ലാണ്. അവിടെ നമുക്കറിയാം, വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയും കൂടുതലായി നമുക്കറിയാൻ പറ്റിയില്ല. വിസ്ഡം ഗ്ലോബൽ എന്ന് പറയുന്നത് മുജാഹിദ് സംഘടനയാണ്. അതായത് ഇതുവരെ അങ്ങനെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യത്തിലൊന്നും ഇടപെടാത്ത ഒരു സംഘടനയാണ് വിസ്ഡം ഗ്ലോബൽ. ഇപ്പം ചെറിയ രീതിയിൽ നീക്കി വരുന്നുണ്ട്. വിസ്ഡം ഗ്ലോബൽ എന്ന് പറയുന്നത് വേറെ ആരുമില്ല, മുജാഹിദിൻ്റെ സംഘടനയാണ്. മുജാഹിദ് രണ്ട് വിഭാഗമുണ്ട്, അതിലൊരു സംഘടനയാണ് ഈ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ നേതാക്കന്മാരായിരുന്നു അധ്യാപകൻ്റെ പേര് ഞാൻ മറന്നുപോയി, അഷ്റഫ് അങ്ങനെ എന്താണ് പേരെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പേര് മനസ്സിലാക്കുക. വിസ്ഡം ഗ്ലോബൽ, വിസ്ഡം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം. അപ്പോൾ ഒരാൾക്ക് സ്വാതന്ത്ര്യം, ഒരു ഡാൻസ് കളിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇപ്പം ഡാൻസ് കളിക്കാൻ താല്പര്യമുള്ളവർ കളിച്ചോട്ടെ, നിങ്ങൾ കളിക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ആ രീതിയിലുള്ള സ്കൂളിൽ പോയി ചേർക്കുക, നിങ്ങൾക്ക് അങ്ങനെയോ പറ്റും എന്നേ നമുക്കവിടെ പറയാനുള്ളൂ ഈ മുജാഹിദിൻ്റെ ആൾക്കാരോട്. കാരണം മുജാഹിദിൻ്റെ ആ പേര് തന്നെ, വിസ്ഡം എന്ന് പറയുന്ന സംഘടനയുടെ പേര് തന്നെ നമ്മൾ നോക്കിയാൽ മതി. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്നാണ്. ഗ്ലോബലായിട്ട് ഇസ്ലാമിൻ്റെ വൽക്കരിക്കാനുള്ളൊരു മിഷനുമായി നടക്കുന്നതാണ്. അതിൽ വിസ്ഡം എന്നുള്ള പേര് ആദ്യം കൊടുത്തിന്, സ്വാതന്ത്ര്യം. എനിക്ക് പറയാനുള്ളത്, സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വിസ്ഡം അല്ലെങ്കിൽ ഫ്രീഡം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. സ്വാതന്ത്ര്യത്തിൻ്റെ ABCD പോലും അറിയാത്ത ടീമാണ് വിസ്ഡം എന്നുള്ളൊരു വാക്കും കൊണ്ട് നടക്കുന്നത്. അല്ല, വിസ്ഡത്തിൻ്റെ അർത്ഥം, മലയാള അർത്ഥം സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ABCD അറിയില്ല ആർക്ക്? ഈ മുജാഹിദ് വിഭാഗത്തിന്, മുജാഹിദിനും അടങ്ങുന്ന മുസ്ലിങ്ങൾക്കും. എന്നിട്ടാണ് അവർ സ്വാതന്ത്ര്യം, വിസ്ഡം എന്നുള്ളൊരു പേരെടുത്ത് വെച്ച് അവർ സംഘടനയായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം. ഇതിൻ്റെ കോമഡി എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കിതിൽ പറയാനുള്ളത്, സൂംബ ഡാൻസ് എന്നൊക്കെ പറയുന്ന ആ ഡാൻസ് കുട്ടികൾക്ക് എല്ലാവർക്കും അത് നല്ലൊരു മാനസികമായും ശാരീരികമായും നല്ലൊരു എനർജറ്റിക് കിട്ടുന്ന ഒരു വ്യായാമ മുറയാണ്. ഇപ്പോൾ സ്കൂളിൽ കുട്ടികൾക്ക് എനർജറ്റിക് ആവുന്ന ഒരു പരിപാടികൾ, ഇതുപോലെ ഒരുപാട് പരിപാടികളുണ്ട്. അത് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലുണ്ട്. ചൈനയിലുണ്ട്, ഇസ്രായേലിലുണ്ട്, USA ഉണ്ട്. അതിൻ്റെ റിസൾട്ട് അവിടെയുള്ള കുട്ടികൾ വളർന്നു വരുമ്പോൾ നമുക്ക് കാണാനും പറ്റും. ആണും പെണ്ണും, അല്ലെങ്കിൽ ആൺകുട്ടിയും പെൺകുട്ടീനെയും വേർതിരിക്കുക എന്നുള്ളതാണ് ഇസ്ലാം ചെയ്യുന്നത്. ഈ വേർതിരിക്കുക എന്ന് പറയുന്നത് പുറത്ത് മാത്രമേ കാണുള്ളൂ, അകത്ത് പോയാലോ ഒന്നും ഉണ്ടാവില്ല. ആണും പെണ്ണും വേറെ വേറെ സൈഡിൽ ഇരിക്കണ്ടല്ല. ആണും പെണ്ണും ഒരുമിച്ച് മുന്നേറുകയാണ് വേണ്ടത്, ഒരുമിച്ച് ജോലി ചെയ്ത് മുന്നേറുകയാണ് വേണ്ടത്. അത് ഇസ്ലാമിന് അറിയില്ല, അത് ഇസ്ലാമിൻ്റെ ഗതികേടാണ്. അത് ഇസ്ലാമിൻ്റെ ഗതികേടാണെന്ന് പറയാനല്ലോ നമുക്ക്. ആണും പെണ്ണും ഒരുമിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് കാര്യം. അല്ലാതെ ആണിനെ ഒരു സൈഡാക്കി പെണ്ണിനൊരു സൈഡാക്കി എന്ന രീതിയിലാണ് ഇസ്ലാം മുന്നോട്ട് പോകുന്നത്.
അപ്പോൾ ഈ സൂംബ ഡാൻസ് കൊണ്ട് കുട്ടികൾക്ക് നല്ലൊരു റിഫ്രഷ്മെൻ്റ് ഉണ്ടാകുന്നു. അവർ രാവിലെ വന്ന് ഒരു ഡാൻസ് അല്ലെങ്കിൽ ഇടയ്ക്ക് കളിക്കുമ്പോൾ അവരുടെ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു എക്സസൈസ് പോലെ നല്ലൊരു ഫിസിക്കൽ ഇമ്പ്രൂവ്മെൻ്റാണ് കിട്ടുന്നത്. കുട്ടികൾക്കിപ്പോൾ സൂംബയാണ് അവിടെ കളിക്കാൻ പറ്റുമെങ്കിൽ അവരെ ആ ഡാൻസ് സൂംബ കളിക്കാം. അല്ലാതെ കുട്ടികളെ കൊണ്ട് ഇപ്പോൾ ജിംനേഷ്യത്തിൽ അയക്കാൻ പറ്റുമോ? ജിംനേഷ്യത്തിൽ പോയി വലിയ ബോഡി ബിൽഡർമാർ എടുക്കുന്ന വെയിറ്റൊക്കെ കുട്ടികളെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റില്ല. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് വേണം നമ്മൾ ഈ സൂംബ ഡാൻസിനെ കരുതാൻ വേണ്ടി. ആ സൂംബ ഡാൻസിന് ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മ്യൂസിക്കും കൊടുക്കുന്നത്. നമുക്കറിയാം ഇസ്ലാമിന് ഇതൊക്കെ ഹറാമാണ്. ഇസ്ലാമിന് ഹറാമല്ലാത്ത ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്തറിയോ? അള്ളാഹുവിനെയും മുഹമ്മദിനെയും പറ്റി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുക ജീവിതകാലം മുഴുവൻ. അങ്ങനെയൊക്കെ ജീവിതം നഷ്ടപ്പെടുത്തിയ കുറേ മണ്ടന്മാരുണ്ട്. ബുദ്ധിശാലികൾ എന്നല്ല ഞാൻ പറയാം, മണ്ടന്മാരെന്ന് പറയൂ. അങ്ങനത്തെ കുറേ മണ്ടന്മാരുണ്ട്. അതുപോലുള്ള മണ്ടത്തരങ്ങൾ ഞാനും എൻ്റെ ചെറുപ്പകാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ കാലമായി ഞാനതൊക്കെ ഒഴിവാക്കിയിട്ട്. കാരണം ഇപ്പം ഞാൻ എക്സ് മുസ്ലിം ആണല്ലോ. ഇപ്പം ഞാൻ എക്സ് മുസ്ലിമായി. അതായത് എക്സ് മുസ്ലിം എന്ന് വെച്ചാൽ ഒരാൾ മുഹമ്മദിനെ അംഗീകരിക്കില്ല, അള്ളാഹു ഏകദൈവമല്ല, ദൈവമില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ഇസ്ലാം മതം വിട്ടു. അല്ല, അതിന് നമ്മൾ എക്സ് മുസ്ലിം എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ കൊണ്ട് പുറത്തേക്ക് ഇസ്ലാം വരാതിരിക്കുക. ഞങ്ങൾ പ്രതിഷേധിക്കും, പ്രതിരോധിക്കും എന്നൊക്കെ പറയുന്നത് തികച്ചും അപഹാസ്യമാണ്. ഓക്കെ, ഇത് വേറെ ചില രാജ്യങ്ങളിലൊക്കെ നടക്കും. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലൊക്കെ ഈ പ്രതിഷേധം നടക്കും. അവിടുത്തെ പ്രതിഷേധം എന്ന് പറയുന്നത് എന്താ പറയുക, അവിടുത്തെ അധ്യാപകന്മാരെ പിടിച്ച് കൊല്ലലാണ്. ഇത് അവിടുത്തെ ഏതൊരു സ്കൂൾ നടത്തിയാൽ ഇറാനിലോ അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ സ്കൂള് പോയിട്ട് കത്തിച്ച് അവിടുത്തെ അധ്യാപകന്മാരുടെയൊക്കെ കൊല്ലുക എന്നുള്ളതായിരിക്കും അവിടെ നാട്ടുകാർ ചെയ്യുന്നത്. അല്ല, അതിൻ്റെ റിസൾട്ട് അവരിന്ന് അനുഭവിക്കുന്നുണ്ട്. അത് വേറെ കാര്യം, അനുഭവിക്കണമല്ലോ. അങ്ങനെയുള്ള സാധനങ്ങൾ അനുഭവിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ സൂംബ ഡാൻസ് വളരെ സ്വാഗതാർഹമാണ്. അതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അത് ചെയ്യാൻ താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ മാറിക്കോട്ടെ. അവർ അവിടെ നിന്ന് ആ സൂംബ ഡാൻസ് കളിക്കുന്ന മാറി നിന്നോട്ടെ. അതിൽ മുസ്ലിങ്ങൾ മാത്രമേ മാറി നിൽക്കൂ. അത് എളുപ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ അവർ മറ്റുള്ളവർ വിദ്യാർത്ഥികളെ അത് ചെയ്യിൽ നിന്നും തടയുന്നത് തെറ്റാണ്. അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഇതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന മറ്റൊരു കാര്യമാണ്. തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ അധ്യാപകന്മാരുടെ കാല് കഴുകിച്ചത്, അതിനെ പാദപൂജ എന്നോ പാദസേവയെന്നോ നമ്മൾ പാദം കഴുകിനെ പല പേരിട്ട് വിളിച്ചാലും തികഞ്ഞ എന്താ പറയുക, ആധുനിക വിദ്യാഭ്യാസ രംഗത്ത് തികഞ്ഞ മണ്ടത്തരമാണ്. അത് ഗവർണർ അല്ലെങ്കിൽ ആരാണെന്ന് പറഞ്ഞാൽ അത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറയാനുള്ളത്, അത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ മുമ്പ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് ആധുനിക സംസ്കാരത്തിൻ്റെ ഭാഗമല്ല എന്നുള്ളതാണത്. ആധുനിക വിദ്യാഭ്യാസ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. അദ്ദേഹം അറിവ് നമുക്ക് തന്നിട്ടുണ്ടാവും, ശരിയാണ്. അദ്ദേഹത്തോട് നമുക്ക് ബഹുമാനമുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്നേഹമുണ്ട്. പക്ഷെ അത് തുറന്ന് കാണിക്കാൻ എല്ലാവരോടും പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ പറ്റണമെന്നില്ല. അത് പല രീതികളിൽ നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാം. അദ്ദേഹത്തെ എന്താ പറയുക, നമ്മൾ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, ബഹുമാനമുണ്ട് എന്നൊക്കെയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് കാല് കഴുകിക്കൊടുക്കുക എന്ന് പറയുന്നത് തികച്ചും കുട്ടികളോട് ചെയ്യുന്ന ഒരു ബാലവേലയോ അല്ലെങ്കിൽ കുട്ടികളോട് ചെയ്യുന്ന ഒരു ശിക്ഷാ രീതിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കുട്ടികളോട് അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കുട്ടികളോട് ചെയ്യുന്ന ഇത് റാഗിങ് ആയിട്ട് നമുക്ക് സ്കൂളിൽ റാഗിങ് ഉണ്ട്. നമ്മൾ ആ റാഗിങ്ങിനെതിരെ നമ്മൾ കേസ് കൊടുക്കും. ഇത് റാഗിങ് ആണെന്ന് വെച്ചാൽ ഞാൻ പറയും ഇത് റാഗിങ് അല്ലാതെ പിന്നെ എന്താണ്? ഇത് അധ്യാപകർ കുട്ടികളോട് ചെയ്യുന്ന റാഗിങ് ആണ്. ഭാരതീയ സംസ്കാരത്തിൽ അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആധുനിക ഭാരതീയ സംസ്കാരത്തിൽ ഇത് ഒട്ടും അനുയോജ്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കുട്ടികളിൽ ഒരുതരം അടിമത്ത മനോഭാവമാണ് വളർത്തുന്നത്. അടിമയായ ഒരാളെ അത് ചെയ്യുള്ളൂ. അധ്യാപകന്മാരെ കുറേ ആൾക്കാർ ഇതിൽ ഫേസ്ബുക്കിലൊക്കെ കമൻ്റ് ഇട്ട് കുറേ ന്യായീകരണ തൊഴിലാളികളുണ്ട്. അത് ഇസ്ലാം മതത്തിലുള്ള പോലെ എല്ലാ മതത്തിലുണ്ട്, ഹിന്ദു മതത്തിലുമുണ്ട്. അതേസമയം ഭാരതീയ സംസ്കാരമുണ്ട്, സനാതനധർമ്മമുണ്ട് പ്രസംഗിച്ച് നടന്നുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. മണ്ടത്തരം ചെയ്ത ഏത് മതത്തിലായാലും തുറന്ന് പറയും. അപ്പോൾ ന്യായീകരണ തൊഴിലാളികളുടെ വലിയ കമൻറ്റുകൾ, അവരുടെ കമൻറ്റുകളായിട്ട് വിചാരിക്കും അവർ വലിയ പോയിൻറ്റുകൾ എന്തോ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കമൻറ്റുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ നോക്കിയപ്പോൾ.
ഗുരുക്കന്മാർ എന്ന് പറയുന്നത് ദൈവതുല്യമാണ്. അപ്പോൾ അവരെത്ര സ്നേഹിക്കുന്നതും തെറ്റല്ല. ഇതാണ് ഒരു കമൻറ്റ്. എൻ്റെ സുഹൃത്തെ, ഗുരുക്കന്മാരെ നീ ദൈവമായിട്ട് കാണുമോ, അമ്മയെ ദൈവമായിട്ട് കാണുക, അച്ഛനെ ദൈവമായിട്ട് കാണുക, പ്രകൃതിയെ ദൈവമായിട്ട് കാണുക. ഇതൊക്കെ സാഹിത്യപരമായി നിനക്ക് മനസ്സിലാക്കാനുള്ള ചില വിദ്യകളാണ്, ചില തത്വങ്ങൾ നിനക്ക് പഠിപ്പിച്ച് തന്നേന്നുള്ളൂ. പക്ഷേ അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതി നീ മനസ്സിലാക്കണം എന്നതാണ് കാര്യം. ഇപ്പം അധ്യാപകന്മാരെ ദൈവതുല്യനായി നീ കണ്ടോളൂ. ആ കണ്ട ശേഷം നീ എന്നോട് പറയുന്നു അധ്യാപകൻ്റെ കാല് കഴുകി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു എനിക്കത് പറ്റില്ല. അപ്പോൾ ഉടനെ നീ പറയുന്നു ഞാൻ കഴുകിയിട്ടുണ്ടല്ലോ, ഞാൻ അധ്യാപകൻ്റെ കാല് കഴുകിയിട്ടുണ്ട്, എന്നാൽ നിനക്കെന്ത് കൊണ്ട് ചെയ്തുകൂടാ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നീ കഴുകിയത് കൊണ്ട് എന്നോടും കഴുകണമെന്ന് പറയാൻ പറ്റുമോ? അത് എന്നോട് കാണിക്കുന്ന അനീതിയില്ല നീ. അപ്പോൾ ഉടനെ അവൻ്റെ മറുപടി എന്തായിരിക്കും? നീ അധ്യാപകന്മാരെ ദൈവതുല്യനായി കാണുന്നില്ല, അല്ലെങ്കിൽ അധ്യാപകരെ ബഹുമാനിക്കുന്നില്ല, അവരുടെ സ്നേഹമില്ല. സുഹൃത്തെ, ഇതിന് ഉത്തരം ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. സ്നേഹം എന്ന് പറയുന്നത് പുറത്ത് കാണിക്കാൻ പറ്റുമൊന്നുമില്ല. അത് ഓരോൾക്കാരുടെ മൈൻഡിൻ്റെ അകത്താണ്, ഓരോൾക്കാരുടെ വ്യത്യസ്തമാണ്. അത് പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തമുണ്ട്. അത് ഞാൻ നേരത്തെ അതിന് ഉത്തരം പറഞ്ഞു. അധ്യാപകന്മാരോട് നമുക്ക് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ അത് തുറന്ന് കാണിക്കുക കാല് കഴുകിക്കൊണ്ടല്ല. അത് ആ കാല് കഴുകി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അല്ല ആധുനിക വിദ്യാഭ്യാസ രീതിയിൽ അത് കുട്ടികളോട് ചെയ്യുന്ന റാഗിങ് ആണെന്ന് ഞാൻ പറഞ്ഞാലോ? കുട്ടികളൊക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് ആ സമയത്ത് അധ്യാപകന്മാർ ഒരു കസേരയിലിരിക്കുന്നു, എൻ്റെ കാലുകളെ കഴുകിത്തരണം. കുട്ടികൾ കഴുകാൻ റെഡിയാണ്, ശരിയാണ്. കുട്ടികൾ കഴുകാൻ കാല് കഴുകാൻ കുട്ടികളും റെഡിയാണ്. അത് കാല് കഴുകാൻ വേണ്ടി അവിടെ ഇരിക്കാൻ അധ്യാപകരും റെഡിയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, കുട്ടികളെ ഒരു ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ? കുട്ടികൾക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഫോഴ്സ് കിട്ടുമെന്നറിയോ? ഒന്നവരുടെ വീട്ടിൽ നിന്നാണ്, ഒന്നവരുടെ വീട്ടിൽ നിന്നും അവരടങ്ങുന്ന സമൂഹത്തിൽ നിന്നും. പിന്നീട് ഇതേ കാര്യം തന്നെ അവരുടെ ഈ പ്രേരണ അവരുടെ അധ്യാപകന്മാരിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവും. അവിടെ ഇതിന് താല്പര്യം, ഞാൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥി എൻ്റെ പാദം കഴുകുന്നത് എനിക്ക് താല്പര്യമില്ല എന്ന് ഒരു അധ്യാപകൻ മനസ്സിലാക്കി അധ്യാപകൻ മാറി നിൽക്കുകയാണെങ്കിലോ അത് അദ്ദേഹത്തിൻ്റെ കഴിവാണെന്ന് ഞാൻ പറയും. പക്ഷേ കാല് കഴുകി തന്നോട്ടെ എന്ന് വേണമെന്ന് വിചാരിച്ച് അവിടെ ഇരിക്കുന്ന അധ്യാപകന്മാരുണ്ട്. അവർ തന്നെയാണ് ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. സുഹൃത്തെ, അപ്പോൾ ഇതുപോലുള്ള വില കുറഞ്ഞ കമൻറ്റുകൾ ഇടരുത് എന്ന് ഞാൻ പറയുന്നു. ഇതൊക്കെ കുട്ടികളുടെ അടിമത്ത മനോഭാവം ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. അതിന് ഉദാഹരണം എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്ന ന്യായീകരണം, നിങ്ങൾ പറയുന്ന ഗുരുനാഥൻ ദൈവതുല്യനാണ്. ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ഒരു ഒരു സാഹിത്യപരമായി നിങ്ങൾ പറയുന്ന കാര്യമാണ്. ആയിക്കോട്ടെ, സോ വാട്ട്. ഗുരുനാഥൻ ഒരു ദൈവതുല്യനായ വ്യക്തിയായിരിക്കാം. അദ്ദേഹത്തിന് നമുക്ക് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ അത് നിങ്ങൾ ചെയ്യുന്ന രീതി തന്നെ മറ്റുള്ളവരും ചെയ്യാൻ പറയില്ല. അപ്പോൾ ഇത് വെറും മണ്ടത്തരാണ്. ഈ കാല് കഴുകി കൊടുക്കുക, പാദപൂജ ചെയ്യുക എന്ന് പറയുന്നത് ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അത് മണ്ടത്തരമാണ്. അത് കുട്ടികളോട് കാണിക്കുന്ന അനീതിയാണ്, റാഗിങ് ആണ്. അവിടെ കഴിവില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. കഴിവില്ലായ്മയെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് ഞാൻ പറയും. അവരുടെ കോൺഫിഡൻസും തകർക്കുകയാണെന്ന് ഞാൻ പറയും. സോ ഇതാണ് മെയിനായിട്ട്, ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിത് കേട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ.